ആത്മാർത്ഥമായ പോലീസ് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചാണ്. നമുക്കതിൽ ഏറ്റവും പ്രയാസം തോന്നിയത് മൂടാടി പഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഹുസ്ന, അദ്ദേഹം എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സമരത്തിൽ പങ്കെടുക്കുന്നത്. വളരെ സമാധാനപൂർവം തന്റെ നാട്ടിലെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് സമരം നടക്കുമ്പോൾ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. സാധാരണ ഇങ്ങനെയുള്ളൊരു സമരം നടക്കുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം ഈ സമരം വളരെ സമാധാനപൂർവ്വമാണ് നടത്തേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് പാഞ്ഞെടുത്തത്. അപ്പൊ അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഉദ്യോഗസ്ഥൻ വന്ന് ആദ്യം ഒന്ന് തള്ളി. വളരെ മാന്യമായി അദ്ദേഹം പ്രതികരിച്ചു. രണ്ടാമതും തള്ളി, വീണ്ടും മാന്യമായി പ്രതികരിച്ചു. മൂന്നാമതും തള്ളിയപ്പോ സ്വാഭാവികമായും മജ്ജയും മാംസവും രക്തവുമുള്ള ആർക്കും അതിനോട് പ്രതികരിക്കേണ്ടി വരും. അത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാന്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. അദ്ദേഹം വടകര ഡിവൈഎസ്പിയാണ്. ഈ ഡിവൈഎസ്പിയെ ഇവിടെ ഈ സമരം അടിച്ചമർത്താൻ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നാണ് നമുക്കറിയേണ്ടത്. ഈ ഡിവൈഎസ്പിയുടെ ചരിത്രം ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. ഇദ്ദേഹം മെഡിക്കൽ കോളേജ് SI ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്, ആ പിഞ്ചു കുഞ്ഞിനെ ഒന്ന് നിങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റണമെന്ന്. SI ആയ അദ്ദേഹം ഉടനടി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. അത് മനുഷ്യനാണോ എന്ന് പോലും പരിശോധിക്കാതെ അദ്ദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോ ഡോക്ടർമാർ ഒന്ന് തൊട്ടു നോക്കാതെ പോലും ചെയ്യാതെ പറഞ്ഞു, ഇത് മനുഷ്യനല്ല, ഇത് പാവയാണ്. ആ പാവയെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. അത്രയ്ക്ക് വിവരം കെട്ട, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ച ഒരു SI ഒരു ഡിവൈഎസ്പി ഇവിടെ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡ്യൂട്ടിക്ക് നിയമിച്ചത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ MP പറഞ്ഞിട്ടാണ് ഇവിടെ പ്രവർത്തനം നിർത്തിവെച്ചത്. സ്ഥലം MP പറഞ്ഞ് പ്രവർത്തനം നിർത്തിവെച്ചാൽ ഒരു സാമാന്യ മര്യാദയുണ്ട്. അത് തുടങ്ങുമ്പോൾ ഒന്ന് MP അറിയിക്കണമെന്നുണ്ട്. അതൊന്നും അറിയിക്കാതെ കളക്ടറുടെ ഉത്തരവുമായി വന്നുകൊണ്ട് പോലീസ് നടത്തിയത് കിരാതമായ നടപടിയാണ്. അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ഉസ്നത്തെ സൂചിപ്പിച്ചു. വത്സല എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സജീവ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ എങ്ങനെയാണ് പോലീസ് നേരിട്ടത്? ഇവിടെ DCCയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, സന്തോഷ് തിക്കോടി. അദ്ദേഹം കഴിഞ്ഞ ഒരു മാസക്കാലമായി അദ്ദേഹത്തിന് ഊരവേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രീറ്റ്മെന്റിലാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നേരിട്ടത്? വിശ്വൻ എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്, അദ്ദേഹത്തെ എങ്ങനെയാണ് നേരിട്ടത്? ഇവിടെ വനിതയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീലയെ അദ്ദേഹത്തിന്റെ വസ്ത്രം കീറുന്ന അവസ്ഥയിലേക്ക് പോലീസ് പോയി. അതിനേക്കാൾ ഗുരുതരമായ കാര്യം, തങ്ങളുടെ നാട്ടിൽ ഈ സമരം ഹൈവേക്കെതിരായിട്ടുള്ള സമരമല്ല, വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ല. ഈ സമരത്തിൽ സ്ഥലം വിട്ടുകൊടുത്തവരും ഈ സമരത്തിന്റെ ഭാഗമാണ്. ഈ സമരം അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ആളുകളും ഈ സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. എനിക്ക് ഈ സമരത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നത്, ചിലപ്പോൾ അത് നിയമവിരുദ്ധമൊക്കെ ആയിരിക്കും, പക്ഷേ
വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യമാണ്. അവരുടെ നാളുകളിലെ അവർക്ക് ജീവിക്കുവാനുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് അവർ ഈ പൊന്നോണ ദിനത്തിൽ ഇവിടെ സമരവുമായി കടന്നു വന്നത്. അവരോട് ഞാൻ ആദ്യമായി ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ഇതിനോട് വലിയ പ്രയാസമുള്ളത്? എന്താണ് ഇവരുടെ പ്രയാസം? അത് മനസ്സിലാവാൻ അല്ലെങ്കിൽ അത് എടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളുടെ സഹോദരിയുടെ ദേഹത്ത് കൈവച്ച ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ മര്യാദക്ക് സർവീസിൽ ഇരിക്കുമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ, അവൻ പെൻഷൻ വാങ്ങുമെന്ന ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ വീട്ടിൽ വെച്ചാൽ മതി. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള നല്ല സമീപനം ഞങ്ങൾക്കറിയാം. അത് നേരിടുക തന്നെ ചെയ്യും. അത് ചില കേസുകളിൽ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാന്മാരുടെ കാല് നക്കി ഇവിടെ വന്ന് ജനകീയ സമരത്തെ അടിച്ചമർത്താമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടത് നമുക്ക് സൊല്യൂഷനാണ്. ഇവിടെ MP ഇടപെട്ടിട്ടുണ്ട്, MLA ഇടപെട്ടിട്ടുണ്ട് എന്ന് MLA ഇവിടെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് പരിഹാരമാണ്. എങ്ങനെ നമ്മുടെ അടിപ്പാത ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊജക്ട് ഡയറക്ടറുമായി സംസാരിച്ചിരുന്നു. ദീർഘനേരം സംസാരിച്ചു. പ്രിയപ്പെട്ട MPയുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹവുമായി ചർച്ച നടത്തിയത്. അദ്ദേഹം വളരെ നെഗറ്റീവായിട്ടാണ് അതിനോട് സമീപനം സ്വീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇവിടെ ഫുഡ് ഓവർ ബ്രിഡ്ജ് തരാം, ലിഫ്റ്റ് തരാം, എസ്കലേറ്റർ തരാം, എന്നാലൊന്നും അണ്ടർപാസ് തരില്ല എന്നുള്ള ഒരൊറ്റ ഭാഷയിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇരിങ്ങത്തും ഇരിങ്ങലൊക്കെ ഉണ്ടല്ലോ, 400, 500, 600 മീറ്ററിന്റെ ഇടയിൽ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ അണ്ടർപാസ് ഞങ്ങൾക്കും കൂടി അനുവദിക്കുന്നുണ്ടല്ലോ. ഈ അണ്ടർപാസ് ഞങ്ങൾക്കും കൂടി അനുവദിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സം? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അവിടെയും ഞാൻ കൊടുത്തത് നെഗറ്റീവ് റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ തീരുമാനമുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ടി വന്നത് എന്ന്. അപ്പൊ നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ള സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിന് അഡീഷണൽ ചാർജായി 6.5 കോടി രൂപ കിട്ടും എന്നുള്ളതാണ്, വേണം എന്നുള്ളതാണ്. ഈ അഡീഷണൽ ചാർജ് ആര് വഹിക്കും എന്നുള്ള തർക്കമാണ് സത്യത്തിൽ ഇതിന്റെ യഥാർത്ഥ കാരണം. അത് ഏത് ഗവൺമെന്റ് ഏറ്റെടുത്താലും അവർക്ക് അത് അനുവദിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. അപ്പൊ ഞാന് 1-2-3 കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായി വളരെ ആത്മബന്ധമുള്ള വ്യക്തി എന്ന രീതിയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോ റെയിൽവേക്ക് ഒരു കാരണവശാലും ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോ അന്നത്തെ ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാട് എന്ന് പറയുന്നത് റെയിൽവേക്ക് അനുവദിക്കാൻ പറ്റാത്ത പണം സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നതാണ്. അന്നത്തെ MP ശ്രീ MK രാഘവൻ MPയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. വളരെ അനുഭാവപൂർവം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അത് ഏറ്റെടുക്കുകയും അവിടെ ആ വികസന പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. പണമാണ് പ്രശ്നമെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ അണ്ടർപാസ് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വളരെ പോസിറ്റീവായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സമരസമിതിക്കും അതേപോലെ തന്നെ നമുക്കുമുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രീയപരമായി സ്വാധീനിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ തരത്തിലുള്ള നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. നമ്മളിവിടെ കമ്പനിക്കെതിരെ സംസാരിച്ചിട്ടോ അതേപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടോ കാര്യമില്ല. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന DPR-അനുസരിച്ച് അവർ പ്രവൃത്തി ആരംഭിക്കും, പ്രവൃത്തി നിർത്തണമെങ്കിൽ നിർത്തും, അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോ
ആ തരത്തിലുള്ള കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാതെ നമ്മൾ വേറെ തരത്തിലേക്ക് സംസാരങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ മറന്നുപോകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ആ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി ഈ അടിപ്പാത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നല്ല ചർച്ച നമുക്ക് വേണം. അതിന് MP-യുടെയും MLA-യുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും എല്ലാ തരത്തിലുള്ള ത്രിതല സംവിധാനത്തിന്റെയും ഒരു കൂട്ടായ്മയായിട്ടുള്ള നേതൃത്വം അതിനുവേണ്ടി ശ്രമിച്ചാൽ ഒരുപക്ഷെ ഇത് നടക്കാത്ത വരില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സഹായവും തേടണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം PT ഉഷ ഒരു വേളയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ അവസാന സമയം എന്തോ ചില കാരണങ്ങളാൽ അദ്ദേഹവും പിന്മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ ആത്മാഭിമാനമുണ്ട്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനുള്ള ഇച്ഛാശക്തിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അപ്പൊ ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജനകീയ പ്രശ്നത്തിൽ NHന്റെ നിലപാട് തിരുത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഇടപെടലാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിലുള്ള സമരപരിപാടികളാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നിലപാട് അതൊട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം എവിടുന്നോ ലഭിക്കുന്നുണ്ട്, അല്ലാതെ ഇത്തരത്തിലുള്ള ഓർഡറുകൾ സ്വീകരിക്കില്ല. പ്രൊജക്ട് ഡയറക്ടറോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ഞങ്ങൾക്ക് പോലീസും അതേപോലെ തന്നെ സംവിധാനവും ജില്ലാ ഭരണകൂടവും സർക്കാരും ഞങ്ങൾക്ക് നൽകുമ്പോ അത് ആ സമയത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പിന്നീട് ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും സഹായം തേടിയാൽ ഞങ്ങൾക്ക് അത് ലഭിക്കില്ല എന്നാണ്. അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ആരംഭിച്ചെന്നാണ്. ഞങ്ങൾക്ക് ഈ കളക്ടറോട് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ സർവീസ് റോഡ് ഇങ്ങനെയായിട്ട് ഏകദേശം 8 മാസമായി. അദ്ദേഹത്തിന് ഈ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ ഒരു 10 ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പൊടി ശ്വസിച്ചുകൊണ്ട് ഈ സമരം നടത്തേണ്ടി വരുന്ന ഒരു ഗതികേടിലെത്തുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഇടപെടലും നടത്താതെ സമരങ്ങളെ ആക്രമിച്ചും തന്റെ താല്പര്യങ്ങളനുസരിച്ചും ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സമരം അദ്ദേഹത്തിന്റെ വസതിയിലേക്കും നീളുന്ന സമയം അത് വളരെ വിളരവായിക്കില്ല. അത് ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് അങ്ങനെ സ്വൈര്യമായി പുറത്തേക്ക് പോകാനൊന്നും സാധിക്കില്ല. അങ്ങനെയൊന്നും നടപടി സ്വീകരിച്ച് ഒരു ജനകീയ സമരത്തെ തകർക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയുടെ അതേപോലെ തന്നെ ആ തരത്തിലുള്ള ബന്ധങ്ങളും സംരക്ഷണ കവചമൊക്കെ ഉണ്ടെങ്കിൽ ആ കവചക്ക് ഈ ജനകീയ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നാണ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനെതിരെ ഇന്നലെ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എന്നല്ല, ഒരുപാട് പരാതികളുണ്ട്. അതിന് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുക്കം തന്നെയാണ്. അതിനുള്ള ഒരുക്കവും അതിനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അധികാരമുണ്ടോ? ഇനി അധികാരമില്ലെങ്കിൽ അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയാൽ നമുക്ക് ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒരു സമാന്തര പ്രവർത്തനമാണ്. അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനപ്രതി എന്ന രീതിയിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഈ സമരം അത് നമ്മൾ ഇവിടെ സഹന സമരമായി നടത്തണം. അതോടൊപ്പം തന്നെ സമാധാനപൂർവ്വമായിരിക്കണം. അതിനൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ എല്ലാം ആ രീതിയിലേക്ക് പോയാൽ ഈ സമരത്തെ നേരിടുന്നവരുടെ ഒരു സാമാന്യ ബോധ്യവും കൂടെ നമ്മൾ നോക്കണമല്ലോ. പണ്ട് മഹാത്മാഗാന്ധി സമരം ചെയ്തപ്പോ നിരാഹാര സമരവും ഉപവാസമൊക്കെ നടത്തിയപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചത്. അവർക്ക് സമരത്തോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു.
ആ കാഴ്ചപ്പാട് അന്ന് ആ സമരം വിജയിക്കുന്നതിലൊക്കെ ഒരു പരിധിവരെ അത് കാരണമായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾക്ക് ഒരു റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് സമരം നടത്തുമ്പോൾ ഒരു കല്ലെറിയാതെ, ഒരു വടിയെടുത്തടിക്കാതെ, എന്തെങ്കിലും പ്രകോപനമായ സംസാരമില്ലാതെ അവിടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും മറ്റു പാവപ്പെട്ടവരെയൊക്കെ ആക്രമിക്കുന്ന വേണ്ട എന്നാണ് ഇവിടെ സൂചിപ്പിക്കുകയുള്ളത്. നമുക്ക് അദ്ദേഹത്തിനെതിരെ ഇന്നലെ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഒന്നല്ല, ഒരുപാട് പരാതികളുണ്ട്. അതിന് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുക്കം തന്നെയാണ്. അതിനുള്ള ഒരുക്കവും അതിനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അധികാരമുണ്ടോ? ഇനി അധികാരമില്ലെങ്കിൽ അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയാൽ നമുക്ക് ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒരു സമാന്തര പ്രവർത്തനമാണ്. അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനപ്രതി എന്ന രീതിയിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഈ സമരം അത് നമ്മൾ ഇവിടെ സഹന സമരമായി നടത്തണം. അതോടൊപ്പം തന്നെ സമാധാനപൂർവ്വമായിരിക്കണം. അതിനൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ എല്ലാം ആ രീതിയിലേക്ക് പോയാൽ ഈ സമരത്തെ നേരിടുന്നവരുടെ ഒരു സാമാന്യ ബോധ്യം കൂടി നമ്മൾ നോക്കണമല്ലോ. പണ്ട് മഹാത്മാഗാന്ധി സമരം ചെയ്തപ്പോ നിരാഹാര സമരവും ഉപവാസമൊക്കെ നടത്തി അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചത്. അവർക്ക് സമരത്തോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് അന്ന് ആ സമരം വിജയിക്കുന്നതിലൊക്കെ ഒരു പരിധിവരെ അത് കാരണമായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾക്ക് ഒരു റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് സമരം നടത്തുമ്പോൾ ഒരു കല്ലെറിയാതെ, ഒരു വടിയെടുത്തടിക്കാതെ, എന്തെങ്കിലും പ്രകോപനമായ സംസാരമില്ലാതെ അവിടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും മറ്റു പാവപ്പെട്ടവരെയൊക്കെ ആക്രമിക്കുന്ന പോലീസ് സംവിധാനവും ഭരണകൂടവും ഉണ്ടാകുമ്പോൾ ആ ഭരണകൂടത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള സമാധാനപൂർവമായ സമരം എത്രത്തോളം നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഗുണകരമാകുമെന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ പ്രവർത്തനം നിർത്തിവെക്കുന്ന രീതിയിലുള്ള സമരത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടി വരും. അപ്പൊ ആ തരത്തിലുള്ള കൃത്യമായ ഇടപെടൽ, അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം കലർത്താതെ കൃത്യമായി നല്ല പ്ലാനോടുകൂടി നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സമരം അന്തിമമായി വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഓണനാളിൽ ഇങ്ങനെയൊരു പട്ടിണി സമരത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട് ഭരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളും അതോടൊപ്പം തന്നെ ഭരണാധികാരികൾക്കും നാണക്കേടാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഭരണകൂടം തിരിച്ചറിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ അതോടൊപ്പം തന്നെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ഒരു ആഘോഷ നാളിൽ ഒരു ജനക്കൂട്ടത്തെ, ഒരു പൊതുസമൂഹത്തെ ഈ സമരത്തിലേക്ക് നയിച്ചവർ നാളെ ദുഃഖിക്കേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവർ നാളെ ഈ സമൂഹത്തോട് മറുപടി പറയേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഈ വിദ്യാർത്ഥികൾ അവരും ഈ സമരത്തിന്റെ ഭാഗമായി വരുമ്പോ ഇതൊരു തലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ സമരം ചെയ്യുന്നവരൊക്കെ 55 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു പകുതിയോളം യാത്ര ചെയ്ത് കഴിഞ്ഞവരാണ്. ഇനിയുള്ള യാത്ര ആരംഭിക്കുന്നവർക്ക് വേണ്ടിയുള്ള സമരമാണ് ഈ സമരം. അങ്ങനെ ഒരു പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ സമരം, ആ സമരം ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള അടിച്ചമർത്തലുകളും ഉണ്ടായാലും അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനകീയ സമരങ്ങൾ വിജയിച്ച ചരിത്രമാണ് ഈ രാജ്യത്തും ഈ ലോകത്തുമുള്ളത്. ആ സമരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തിക്കോടിയിലെ അടിപ്പാത സമരം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.